ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ജിമ്മിയാണ്. ഞങ്ങൾ ജസ്റ്റ് 4 പേര് ഈ വണ്ടിയുടെ ഓഫ് റോഡ് എങ്ങനെയായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ ഇങ്ങോട്ട് വന്നതാണ്. ഏതാ സ്ഥലം എന്നൊക്കെ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. പിന്നെ ഇത് ജസ്റ്റ് ഒരു റോ അൺകട്ട് അല്ല, ഒരു 5 മിനിറ്റും കട്ട് ചെയ്ത് തുടങ്ങി. പക്ഷെ എന്തായാലും അത്യാവശ്യം റോ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഒരുപാട് ടെക്നിക്കാലിറ്റീസ് അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു ഫൺ വാച്ച് പോലെ എടുത്താൽ മതി. നമ്മളിങ്ങനെ ഓരോരോ ട്രാക്കായിട്ട് ഇങ്ങനെ ഓഫ് റോഡ് കോഴ്സ് പോലെ സെറ്റ് ചെയ്തിട്ട് അതിൽ 4 പേര് മാറി മാറി ഓടിക്കായിരിക്കും ചെയ്യുന്നത്. അതിൽ 3 കോഴ്സിൻ്റെ അടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിങ്ങനെ ഓരോരുത്തരായിട്ട് ഓടിക്കുന്ന ക്ലിപ്പ് നിങ്ങൾക്ക് കാണാം. അതായത് ഒരു ട്രാക്ക് ഒരാൾ ഓടിക്കുള്ളൂ വീഡിയോയിൽ, അല്ല ഞങ്ങളെല്ലാവരും ഓടിക്കും. എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് വാ, എന്നിട്ട് എന്താണെന്ന് അഭിപ്രായം പറ. അഗൈൻ ഞാൻ പറയുന്നു, വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഭയങ്കര പ്രൊഫഷണൽ രീതിയിലൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കിട്ടിയ ഓരോരോ ചെറിയ ചെറിയ പണികൾ, ഇടയ്ക്കുന്ന വണ്ടി ചെറുതായിട്ട് തട്ടി, പിന്നെ ടയർ പൊട്ടി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഏതായാലും കണ്ടിട്ട് വാ. കണ്ടോ ഗൈസ്, നമ്മൾ ജിമ്മിയായിട്ട് റോസി ആൻഡ് റോയ്സ് കോട്ടയിൽ ഓഫ് റോഡിന് വന്നു. ഒരു മിനിറ്റ് അശ്വിൻ. ഓക്കെ പോട്ടെ. കണ്ടോ ഫസ്റ്റ് ഒബ്സ്റ്റക്കിൾ ഇതാണോ? റൈറ്റിലേക്ക് വാ എടാ. പോട്ടെ ചാടിക്ക്. ഇവിടെ എത്തി. പോട്ടെ വാ. അശ്വിൻ നിക്ക്. ഗൈസ്, വണ്ടിയുടെ ടയർ പോയി. ഇവനാണ് കളഞ്ഞത്. ഇനി ടയർ മാറ്റണം. ഗൈസ്, നമ്മുടെ ടയർ പോയ ടയർ കൊണ്ട് നമ്മൾക്ക് ഹായ് ഗൈസ്, നമ്മളുടെ ടയർ മാറ്റുന്നു. ഈ ഒരുത്തൻ കാരണം അതാ മുടി മാറ്റി. ഓഫ് റോഡിനെ കുറിച്ച് എല്ലാം അറിയാം. മാർഷലൊക്കെ പറഞ്ഞു വന്നതാ. മാർഷലല്ലേടാ? എന്നിട്ട് എന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞുതരാം കഴിച്ചു. ആ ടയറിന് ബലം ഇല്ലാത്തതുകൊണ്ട് അത് എന്താ പറയുക, ഒന്ന് വളഞ്ഞു പോയി അകത്തോട്ട്. അങ്ങനെ അതിൻ്റെ അതിൽ കല്ല് കയറി കാറ്റ് പോയി. ഞാൻ എന്താ പറയുക, പ്രൊഫഷണൽസിനെ കണക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയാണ് എടുത്തത്. ലവന്മാരെ കണക്ക് ഞാൻ സ്ലോ ആക്കി എടുത്തില്ല. ഞാൻ കുറച്ച് സ്പീഡിലെടുത്തു. അപ്പോൾ എന്താ വണ്ടിക്ക് അത് താങ്ങാൻ പറ്റിയില്ല. വണ്ടിക്കല്ല, ടയറിന് താങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഗൈസ്, നമ്മുടെ അടുത്ത ഒബ്സ്റ്റക്കിൾ. ഹായ് ഡേവിഡ്, നിന്നെ കണ്ടില്ല, കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ഒബ്സ്റ്റക്കിൾ. ഞാൻ പോലും കയറുന്നില്ല. നമുക്ക് ജിമ്മിൽ കയറുമോ ഒന്ന് നോക്കാം. അത് കുഴപ്പമില്ല. കൊടുത്തോടെ കറക്റ്റാ. അത്രയും സ്പീഡ് വേണോ? അത്രയും സ്പീഡ് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ കയറിയേനെ. അത്രയും റബ് ചെയ്തില്ലേലും കയറിയേനെ. ഓ ഷിറ്റ് ഗൈസ്, ക്യാമറ പോകാമല്ലോ ഗൈസ്. നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് നമ്മുടെ അടുത്ത ഒബ്സ്റ്റക്കിൾ. പുള്ളി പറഞ്ഞനുസരിച്ച് ഇതല്ല ലെവൽ 1 ആണ്. അത് ശരിയാണല്ലോ. ലെവൽ 2 ലെവൽ 3 എന്തുണ്ടോ ഇപ്പൊ കേൾക്കുന്നത്? അതല്ലേ ഞാനോട് ഇതൊക്കെ അത്ര മാറൂ. നീ മാറിക്ക്. എന്ത് പറയാനാ, നമ്മൾ ഇതും ഈസി ആയിട്ട് കഴിഞ്ഞു. സിമ്പിൾ. ഇനി നമ്മൾ തിരക്കുന്നത് ഇതിനകത്ത് എത്ര ആംഗിൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നല്ല ആംഗിൾ ഉണ്ട്, പക്ഷെ സംഭവം സിമ്പിളാ. ബ്രേക്ക് അടിച്ചോളാം. ഈസി പീസി. റൈറ്റ്. പോട്ടെ.
പോട്ടെ പോട്ടെ പോട്ടെ. ടയർ കുടുങ്ങി 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 കയറില്ല. റിവേഴ്സ് എടുക്ക് റിവേഴ്സ് എടുക്ക് റിവേഴ്സ്. ആ ഇനി മൊമെന്റ് കീപ്പ് ചെയ്തു പോ. മൊമെന്റ് കീപ്പ് ചെയ്തു. ഇല്ല 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 പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. പോട്ടെ പോട്ടെ. തിരിക്ക് തിരിക്ക് തിരിക്ക്. ലെഫ്റ്റ് തിരിച്ചോ അല്ല റൈറ്റ് തിരിച്ചോ. ഓക്കെ 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 ഓക്കെ. അടി തട്ടും, നീ പതുക്കെ എടുക്കണം. റിവേഴ്സ് എടുത്തോ. പോട്ടെ. ആ പോട്ടെ. ആ മതി മതി മതി. ആ പോട്ടെ പോട്ടെ. ഇതിപ്പോൾ നമ്മൾ നേരത്തെ വണ്ടി കയറുന്ന കണ്ടതിൻ്റെ അത് തന്നെ POV ഷോട്ടാണ്. നമ്മുടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ആൻഡ് ഇത് ഞങ്ങൾ ഇച്ചിരി റൈറ്റ് പിടിച്ചാണ് പോകുന്നത്. ലാസ്റ്റാണ് ഞങ്ങൾ ലെഫ്റ്റ് കൂടെ കയറ്റിയത്. സോ ഈ വീഡിയോസിലെല്ലാം ഇവിടെ വണ്ടി സ്റ്റക്കേ ആവാത്ത കുറച്ച് റൈറ്റ് പിടിച്ച് പോകുന്നതുകൊണ്ടാണ്. ലെഫ്റ്റ് സൈഡിലാണ് ഇതിന് മെയിൻ ഒബ്സ്റ്റക്കിൾ വരുന്നത്. പിന്നെ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് പറയും, നമുക്ക് ജിമ്മിൽ വരുന്ന ബ്രേക്ക് ലോക്കിംഗ് ഡിഫറൻഷ്യലാണ് BLD എന്ന് പറയും. സോ ഇത് ആക്റ്റീവ് ആണെങ്കിൽ നമ്മൾ കുറച്ചധികം നേരം ത്രോട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ BLD ആക്ടിവേറ്റ് ആവില്ല. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഓർ എങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിലും ഡിഫ്ലോക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ത്രോട്ടിൽ കൊടുത്താൽ ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ വണ്ടി ബ്രേക്ക് പിടിച്ചിട്ട് ഒരു വീല് ലോക്ക് ചെയ്തോളും. പവർ വെറുതെ കിടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വീല് ലോക്ക് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ BLD ഓർ ഡിഫറൻഷ്യൽ ലോക്ക് എന്താണെന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്നത്. കയറോ തട്ടിരിക്കുവാണോ? കയറൂലേ? ഒരു മിനിറ്റ് ഞാൻ ചില്ലൊന്ന്. ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് ഇവിടുത്തെ അടുത്ത വേറെ കുറേ വണ്ടികൾ, സ്റ്റോക്ക് വണ്ടികളൊന്നും കയറാത്തൊരു സ്ഥലം. നമ്മൾ ഇത്രയും കയറ്റി ഇവിടം വരെ കയറിയപ്പോൾ ബമ്പറൊക്കെ തട്ടി. പക്ഷേ സ്റ്റിൽ ബാക്കി കാറിനെ കുറച്ചൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വേണം, അല്ലാണ്ട് നടക്കില്ല. ലിഫ്റ്റഡ് വണ്ടിയാണെങ്കിൽ സുഖമായിട്ട് കയറിപ്പോയിന് ജിമ്നി. അതുകൊണ്ട് നമ്മളേതായാലും ട്രൈ ചെയ്തില്ല. ഇത് പക്കാ സ്റ്റോക്കാണ്, ഹൈവേ ടയർസുള്ള വണ്ടിയാണിത്. ഇത് നമ്മുടെ 3ാമത്തെ ട്രാക്കാണ്. ഞങ്ങൾ ഓടിച്ചതിൽ അത്യാവശ്യം ഈസി ആയിട്ടുള്ള ട്രാക്കായിരുന്നു. നമുക്ക് ഇപ്പം ഇച്ചിരി പുഷ് ചെയ്താലും വണ്ടിയുടെ അടി തട്ടില്ല, മറയില്ല, അങ്ങനെ പെട്ടെന്ന് കയ്യിൽ നിന്ന് പോവില്ല എന്ന് പറയാം. പക്ഷേ ഓവറായിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. അങ്ങനെ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട്, അതായത് ഈ വണ്ടിയുടെ ഒറിജിനൽ ഓണറിൻ്റെ കയ്യിൽ നിന്ന് വണ്ടി പോയിട്ട് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ഇടിച്ചായിരുന്നു. അത് നിങ്ങളത് മികത് കാണാം. ത്രോട്ടിലെടുത്തോ നിന്നാ നിന്നു പോവില്ല, ബാക്ക് എടുക്കും. ഒറ്റ ഫ്ലോയിൽ പോകണം. ഒറ്റ ഫ്ലോയിൽ പോകണം. മതിയോ? ആ ഒരു മൊമെന്റം പിടിച്ച് പൊക്കോ, ലോയിൽ പൊക്കോ. യെസ്. ഇനി ഇതേ അല്ല അത് കിട്ടും 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 കിട്ടും. ഈ വണ്ടിയുടെ ടയർ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഓക്കെ. ഇനി ഇതേ അതെ ഒരു 40% ത്രോട്ടിൽ എടുത്ത് പൊക്കും. 40%. ഇതിപ്പോൾ 50ക്ക് കൂടുതലുണ്ട്. ലോയിലാണോ ഇത്? അതെ, ലോയിലായതുകൊണ്ട് 40 എത്ര എന്ന് മനസ്സിലാവില്ല. സ്പീഡ് കൂട്ടിക്കോ.
ഞാൻ അവൻ ഇടിച്ച സ്ഥലം കാണിച്ചു തരാം. ഇതിലേക്ക് ഏകദേശം ഫുൾ ത്രോട്ടിലായിരുന്നു തോന്നുന്നു. നീ സ്പീഡ് പോകും, കുഴപ്പമില്ല. അത് കുഴപ്പമില്ല, നമുക്ക് ഈ സ്പീഡ് മതി. ഇത് ഇച്ചിരി വീഴ്ച എടുക്കണേ. ഞാനും ഡേവിഡ് ഇവിടെ ഐ മീൻ ഓ അവിടെ ലെഫ്റ്റ് ചേർത്ത് അല്ലെങ്കിൽ റൈറ്റ് ചേർത്ത് രണ്ടിൽ ഏതെങ്കിലും ഒന്നെടുത്ത് പോകും. ഏതാ നല്ലത്? രണ്ട് സെയിം. ഡേവിഡ് റൈറ്റിലൂടെ പോയി, ഞാൻ ലെഫ്റ്റിലൂടെ പോയി. ഇനി റൈറ്റ് എടുത്തോ, റൈറ്റ് ഓടിച്ചോ. അയ്യോ ബാക്ക് അങ്ങോട്ട് പോയി നമ്മൾ. പൊട്ടമനെ. അതാ പാറയിൽ കിടന്ന് തന്നെ മതിയാവില്ലേ? എവിടെയാണ് നമ്മളിപ്പോ? കുറച്ചുകൂടെ പോ. ഇനി ഇങ്ങോട്ട് നീ ശരിക്കും റൈലിയാണോ? പെനൽറ്റി ആയത് പൊക്കണം കൈ. ഓഹോ, പക്ഷെ ഇതിൻ്റെ സ്റ്റിയറിംഗ് എവിടെ ഇരിക്കുന്നത് മനസ്സിലാവില്ല. ഇങ്ങനെ തിരിച്ച് ചിലപ്പോൾ ഓരോടി തിരിഞ്ഞിട്ടായിരിക്കും അപ്പുറത്തിരിക്കുന്നത്. അത് നേരെ പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ. ആ ഈ വണ്ടി ഹീറ്റായി പ്രശ്നമില്ലല്ലേ? ഇവിടെ അവൻ അടിച്ച് വിട്ട് വന്നിട്ട് ഈ മരത്തിൽ അതെ നൈസ്. എന്നാ അവന് കൺട്രോൾ അല്ല, ആ മരത്തിലല്ല, ഈ മരത്തില. ആ സൈഡ് ഉണ്ടോ? നോക്ക്, ലെഫ്റ്റ് നോക്ക്. ഒന്നും പറയുന്നില്ല. ഒന്നും പറയാനുമില്ല. എന്താ സംഭവിച്ചേ? അതെ ഒറ്റ ഇടിയായിരുന്നു. നല്ല സ്പീഡിലേക്ക് വന്നു, നേരെ കയറി ചാമ്പി ദേ പോന്നു. നമുക്ക് ഇരിക്കാം, വീട്ടിൽ പോകാം ഗൈസ്. അത് കൺട്രോൾ പോയതാ, ഇച്ചിരി സ്പീഡ് കൂടി പോയിട്ട്. പക്ഷെ ഞാൻ ഇവിടെ ആവശ്യത്തിന് സ്പീഡ് ഉണ്ടായിരുന്നു എനിക്ക്. എന്നാ അവൻ ഓടിക്കാറില്ല. നീ വന്നതിനൊക്കെ സ്പീഡ് ഉണ്ടായി. അത് സ്വാഭാവികം. ഞാൻ വന്നതിനൊക്കെ സ്പീഡ് എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. ഇന്നലെ ഓടിയുള്ളൂ. കൊടുത്തോ? തട്ടില്ല, ഇല്ല, ചാടത്തേ ഉള്ളൂ. ഞാൻ ഈ ഫിഗോ അടിക്കുന്നതുണ്ട്. കൊടുക്കാതെ കേൾക്കുന്നത് അറിയില്ല, ബാക്കിലായിരിക്കും. വീട് കുട്ട അല്ലെങ്കിൽ തിരിവില്ല സാധനം. അല്ലേലും തിരിവില്ലല്ലോ. ആ എന്തായാലും റോസ് എടുക്കണ്ടേ? അത് കുഴപ്പമില്ല. റോസ് എടുക്കുന്ന നമുക്കൊരു പ്രശ്നമല്ലല്ലോ. ഇത് 2 പ്രാവശ്യം റോസ് എടുക്കേണ്ടി വരും തോന്നുന്നു. ഓ കണ്ടെത്തി പോവില്ലേ? ഇല്ല, കണ്ടത്തിനേക്കാൾ ഇനി പോകണ്ടേ. ബസ് താഴെ കിടക്കും. നേരെ പോട്ടെ. ആ പാറയുടെ അപ്പുറത്ത് റൈറ്റ്. ആ 2 മരത്തിൻ്റെ ഇടയ്ക്കൂടെ പോകും. എൻ്റെ ആ പാറയുടെ അപ്പുറത്തോട്. ഓ നീ അതിലാണോ ഉദ്ദേശിച്ചത് നേരത്തെ വന്നപ്പോൾ? ഇതാണ് നമ്മുടെ ട്രാക്ക്. ഇനി ഞാനുണ്ട് ഇവിടുന്ന് സ്പീഡായി, നല്ല സ്പീഡായി. ഓ ഇനി ആ ട്രാക്ക് തന്നെ ഫോളോ ചെയ്തു. ഓക്കേ, സ്പീഡ് വേണമെങ്കിൽ വെക്കോ, കൺട്രോൾ മതി. എന്തായാലും തട്ടിയല്ലേ, പിന്നെ നമ്മൾ വെറുതെ പോയി വീണ്ടും തട്ടിക്കുന്നു. റൈറ്റ് സൈഡിലോട്ട് പോകണം. ഓക്കെ, ഇപ്പം എന്താ തട്ടുന്നത്? ഇപ്പം ആക്സിലിൻ്റെ തുമ്പുകളാണോ? റൈറ്റോ? പിന്നെ ഇയാൾ ലെഫ്റ്റിലൂടെ അല്ലേ നേരത്തെ പോയി. റൈറ്റ് പിടിച്ചെടുത്തോ ലെഫ്റ്റിലേക്ക് പോയ വണ്ടി മറിയില്ല, വണ്ടി ഫുള്ള് ചരി. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം കുഴപ്പമില്ല. സ്ട്രൈറ്റ് ഒരുപാട് തിരിക്കണ്ട, നേരെ പൊക്കോ. ഇറക്കിക്കോ. യെസ്, അത് തന്നെ പോട്ടെ. കഴിഞ്ഞോ? അവിടെയും ശരി, ഞാൻ വിചാരിച്ചു അല്ല, അത് നമ്മൾ മര്യാദയ്ക്ക് എടുത്തില്ലെങ്കിൽ ഓ ഇവിടെ നിന്റെ ഡോർ സൈഡ് പറയും, ഇവിടെ മര്യാദയ്ക്ക് എടുത്തില്ലെങ്കിൽ പാസഞ്ചർ റൈറ്റിലൂടെ. അവിടെ കണ്ടു ഒരു കുഴി, കണ്ടു. ആ കുഴിയിലൂടെ പോകരുത്. കുഴിയിലൂടെ പോകരുതോ? പോയാൽ ഈ ഏതെങ്കിലും ഒരു ഡോർ പറയും. ഇങ്ങനെയായിരുന്നു പോകണ്ടേ, അങ്ങോട്ട് ചേർത്തെടുത്തോ. ഇത് നല്ല വലിയ കുഴി. ഞാൻ കുഴി കണ്ടില്ല. ഇത് തെന്നാൻ ചാൻസ് ഉണ്ട്. പൊക്കോ. എന്നാ കുഴപ്പമില്ല, അങ്ങോട്ട് വീണോട്ടെ. വണ്ടി മറിയില്ലല്ലോ. എന്താ വള്ളി എന്താടാ? ഒന്നുമില്ല, കുഴപ്പമില്ല.
എന്ത് റൈറ്റ് ആ വീലില്ലേ ആ കറക്റ്റ് ഇങ്ങനെ വളഞ്ഞിരിക്കുവായിരുന്നല്ലോ, ആ നേരെ ഇടിച്ച് കയറി. ഫണ്ടാസ്റ്റിക്. അത് മറ്റേ അവിടുത്തെ പാറയിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇനി ഫുൾ ത്രോട്ട് ഇവിടെ, ഞാൻ ഇവിടെ ഫുൾ ത്രോട്ട്. അത് നീന്ന് കേട്ടില്ലേ? ആ കൊടുത്തോ, സ്പീഡ് കൊടുത്തോ. ആ റൈറ്റ്, അവിടെ നിന്ന് റൈറ്റ്, എന്നിട്ട് ഡേവിഡിന്റെ അങ്ങോട്ട് പോകും. ലെഫ്റ്റ് 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 ലെഫ്റ്റ്. ആ ഈ ലെഫ്റ്റ് അല്ലേ എത്തിയെടുത്തിരിക്കാം. ത്രോട്ടൽ ത്രോട്ടൽ. ഇനി ഇറക്കാം. ഹായ് ഗൈസ്, നമ്മൾ ഓട്ടോക്രോസ് ട്രാക്ക് ഓടിച്ചില്ല. നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു. അല്ലേ അശ്വിൻ? നമ്മളിപ്പോ ബാങ്കിങ് ഓഫ് റോഡില്ല, അതെ അതെ. ഓഫ് റോഡ്. അമ്മേ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പകരം ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി.